നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നോക്കിയാലും മെക്കാനിക്കലിൽ 30 സീറ്റ് ഉണ്ടാവുള്ളൂ, കമ്പ്യൂട്ടർ സയൻസിന് 1500 സീറ്റ്. എന്താ കാരണം? എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചാൽ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് നിങ്ങൾ കയറേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് പറയാറുള്ളത് ഗ്ലോറിഫൈഡ് ടൈപ്പിസ്റ്റ് എന്നാണ്. മൊബൈൽ ഫോണിൽ കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് അല്ല, ഫിസിക്സിനെ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് വേണം, ഒരു ലാംഗ്വേജ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ പണിയാണ് റോഡ് ഏത് വഴി പോകണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അതിന് GPS ഉപയോഗിക്കാം, GIS ഉപയോഗിക്കാം, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അത് പിന്നെ സിവിൽ എഞ്ചിനീയർക്ക് മനസ്സിലാവുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ M.Tech പോകാൻ പറ്റിയ സബ്ജക്റ്റ് ആണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതാണ് ഈ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ആപ്പിളിന് GIS ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആപ്പിളിന് അവരുടേതായിട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഇൻഫോസിസ് 200 പേരെ റിക്രൂട്ട് ചെയ്തു. അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തത് ഞാൻ. നമുക്കിന്ന് കോർ എഞ്ചിനീയറിങ്ങിനെ പറ്റി സംസാരിക്കാമെന്ന് തോന്നുന്നു. എന്താണ് പഠനം, എങ്ങോട്ടാണ് പഠനം, എന്ത് പഠിക്കണമൊക്കെ കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ ബിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എറണാകുളം. കോർ എഞ്ചിനീയറിംഗ്, കോർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രകാരം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ഉൾപ്പെടുത്താവുന്നത്? ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഈ 4 വിഷയം മാത്രമാണ്. സിവിൽ എന്ന് പറയുന്നത് നോൺ ഡിഫൻസിന് ഉപയോഗിക്കുന്നതാണ്. സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അങ്ങനെയാണ് സിവിൽ എന്നുള്ള വാക്ക് വന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഒരു കാലത്ത് ഡിഫൻസിന് മാത്രം ഉപയോഗിക്കേണ്ടതായിരുന്നു. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഡിഫൻസ് ആവശ്യങ്ങൾക്കാണ്. കൺസ്ട്രക്ഷൻ മാത്രമാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പേര് വന്നത്. പല എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർമാർക്ക് പോലും ചിലപ്പോൾ ഇത് പറഞ്ഞു തന്നില്ല, പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് തീരെ അറിയില്ല. അപ്പം ഈ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് കോർ എഞ്ചിനീയറിംഗ് ആയിട്ട് എല്ലാ കോളേജുകളിലും കമ്പൽസറി വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ് പേര്, CSE. ഞാൻ ആലോചിക്കുന്നത് കമ്പ്യൂട്ടർ എന്താണ് ഇതിൻ്റെ അകത്ത് വരാത്തതെന്ന്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സയൻസ് എഞ്ചിനീയറിംഗ് ആയിട്ട് മാറിയിട്ടാണ് പിന്നെ ടെക്നോളജി ആവുക. ആദ്യമായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഈ മൈക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സയൻസ് ഉണ്ട്. അത് ഒരു മൈക്കാക്കിയിട്ട് മാറ്റുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് വേണം, സൗണ്ട് എഞ്ചിനീയറിംഗ് വേണം. ആ വൈബ്രേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ എങ്ങനെയാക്കി മാറ്റാം, അത് എഞ്ചിനീയറിംഗ് ആയി. അത് മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജി ആയി. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജി അല്ല, ഇപ്പോഴും സയൻസാ. പല ടെക്നോളജിക്കും ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. ടെക്നോളജിയും സയൻസിനും നമുക്ക് എങ്ങനെ വേർതിരിക്കാൻ പറ്റും? അതാണ്, അത് സയന്റിഫിക് ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മാത്തമാറ്റിക്സ്, ഫിസിക്സ്, നാച്ചുറൽ സയൻസ്, കെമിസ്ട്രി, അതുപോലൊരു സയൻസാണ് കമ്പ്യൂട്ടർ സയൻസ്. അത് ഫുൾ മാത്തമാറ്റിക്സ് ആണ്. അതിന് അതിൻ്റെതായ നിലനിൽപ്പില്ല. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സയൻസ് പറയാമോ ഡയറക്റ്റ് ആയിട്ട് വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് ലോകത്ത്? അല്ല, ഒന്നിനോടൊന്ന് ചേർന്ന് തന്നെ നിൽക്കുന്ന. ബാങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ല അവിടെ ഉപയോഗിക്കണം. അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് ടെക്നോളജി ഉണ്ടാക്കി തരികയാണ് നിങ്ങൾക്ക്, അല്ലേ? അതെ. മൊബൈൽ ഫോണിൽ കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ ബേസിക് ഫിസിക്സ് ഇലക്ട്രോണിക്സിനെ ഉപയുക്തമാവുന്ന തരത്തിൽ പ്രോഗ്രാം ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതൊരു ടൂളാണ്. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് അല്ല. ഫിസിക്സിനെ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് വേണം, ഒരു ലാംഗ്വേജ് ആണ്. ഈ സോഫ്റ്റ്വെയർസിനെ ഉണ്ടാക്കുന്നതാണോ? അതെ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ലാംഗ്വേജ് ആണ്. ശരി. ഈശ്വര, ഇത്രയും കഠിനമായി. സിമ്പിൾ. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് അതിൽ കുറെ എക്സാമ്പിൾസ് എടുക്കും. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഈ ഡാറ്റ സയൻസ് എന്താണ്? കുറേ ഡാറ്റ. അതെന്ത് ഡാറ്റയാവും? മനുഷ്യന്മാരുടെ ഡാറ്റയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഡാറ്റയാവും, അല്ലെങ്കിൽ ബാങ്കിന്റെ ഡാറ്റയാവും. അപ്പോൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെടണോ, മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടണോ, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോകും.
ഓക്കെ, ഏതെങ്കിലും ഇപ്പം നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കുറേ ഡാറ്റ ഉള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ഒരേ സംഭവത്തിൽ കുറേ ഇൻസൈഡ് ആയിട്ട് പഠിക്കുമ്പോൾ മിഷൻ ലേണിംഗ് ആയി. അപ്പോൾ ഡേറ്റയാണ് അവിടെ ഫ്യൂവൽ. ഫ്യൂവൽ. ആ ഡാറ്റ ഏതിൽ നിന്നാണോ ആ ആപ്ലിക്കേഷൻ നമ്മൾ അറിയണം. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഒക്കെ വരുന്ന ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ സയൻസിന് ഉപയോഗിക്കാവുന്ന ഡാറ്റയാവും. അപ്പോൾ എഗെയിൻ കം ബാക്ക് ടു നമുക്ക് കോർ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ, അപ്പോൾ കോർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ കൃത്യമായിട്ട് അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിച്ചാൽ എന്നും നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വരും. എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചാൽ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് നിങ്ങൾ കയറേണ്ടി വരുന്നതാണ്. ഒന്നുകിൽ ബാങ്കിൽ കയറണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കയറണം, അല്ലെങ്കിൽ ഏവിയേഷനിൽ കയറണം, അല്ലെങ്കിൽ ട്രേഡിൽ കയറണം, അല്ലെങ്കിൽ മാളിൽ കയറണം. അവിടെയൊക്കെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് പരിജ്ഞാനം മാത്രം പോരെ. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹി ബിക്കംസ് ഓൺലി എ ടൈപ്പിസ്റ്റ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് പറയാറുള്ളത് ഗ്ലോറിഫൈഡ് ടൈപ്പിസ്റ്റ് എന്നാണ്. പ്രോഗ്രാം എങ്ങനെ എഴുതുന്നല്ലാതെ അയാൾക്കറിയില്ല. ഇനി അതിന്റെ റിലവൻസ് ഇപ്പൊ പോയി. കാരണം എന്താ വെച്ചാൽ ഈ കമ്പ്യൂട്ടർ സയൻസുകാരൻ ചെയ്യുന്ന എല്ലാ സംഭവവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഷടയെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. എല്ലാ പ്രോഗ്രാമിങ്ങും AI വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ റിലവൻസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർ എഞ്ചിനീയറിംഗ് സ്ഥിരമായിട്ട് നിൽക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ വരുമ്പോൾ ഡാറ്റാ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പോവും. ചിലപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് കോർ എന്ന് പറയാം നമ്മൾ. ബാക്കിയുള്ളതൊക്കെ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള സംഭവമല്ലേ. അല്ല, TPS പറയുന്നത് വലിയൊരു കാര്യമായിട്ടില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് AI-ക്കാണ് സാധ്യത, AI പഠിക്കണം എന്നാണ്. ശരിക്കും TPS പറയുന്നത് ഈ കോർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസ് മനസ്സിലാക്കാനാണ്. അതിൽ AI കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബിക്കം എക്സലന്റ്. ഇപ്പൊ റോബോട്ടിക്സ് എന്ന് പറയുന്ന സംഭവം, അതായത് നിങ്ങൾക്ക് കോർ എഞ്ചിനീയറിംഗിൽ പെടുന്ന TPS പറഞ്ഞ ആ കാറ്റഗറി പെടുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ അത് പഠിക്കുന്ന എളുപ്പമല്ല. പക്ഷെ അതിനെ എങ്ങനെ കമ്പ്യൂട്ടറുമായും AI-യുമായും സിങ്ക്രണൈസ് ചെയ്യാന്നുള്ളത് പഠിച്ചാൽ മതി. അത് പഠിക്കണം. ഇപ്പൊ നമ്മളിപ്പോ റോബോട്ടിക്സ്, മെക്കാനിക്കലും റോബോട്ടിക്സിൽ റോബോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് മെക്കാനിക്കൽ വേണം, പിന്നെ ഇലക്ട്രോണിക്സ് വേണം, അതിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറും വേണം. അത് 3 സബ്ജക്റ്റിന്റെ ടുഗദറാണ്. ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോളജി വേണം, എക്യുപ്മെന്റ്സ് മെഡിക്കൽ സയൻസിന്റെ എഞ്ചിനീയറിംഗ് വേണം. അത് എങ്ങനെ നമുക്ക് ഉപയുക്തമാക്കാം, പ്രാവർത്തികമാക്കാം എന്നുള്ളതിന്റെ എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസും വേണം നല്ലോണം, ഇലക്ട്രോണിക്സും വേണം, ബയോളജി വേണം, മെക്കാനിക്കൽ വേണം, ഇലക്ട്രോണിക്സ് വേണം. അങ്ങനെ കുറേ മൾട്ടി ഡിസിപ്ലിൻഡ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മിക്കവാറും കുട്ടികൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ AI കയറും. AI കയറിയിട്ട് കാര്യമില്ല, അവർക്ക് കോറായിട്ടുള്ളൊരു വിഷയം അറിയില്ല. കമ്പ്യൂട്ടർ സയൻസ് പോലും അറിയില്ല. ബിഗ് ഡാറ്റ വലിയ പേരാണ്, പക്ഷെ ബേസിക് കമ്പ്യൂട്ടർ സയൻസും അറിയില്ല, ബേസിക് ഇലക്ട്രോണിക്സും അറിയില്ല. ഇപ്പം നാളെ നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കേബിള് ഇന്റർനെറ്റ് കണക്ഷൻ എന്താണ്, അതിൻ്റെ പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന് എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇത്തരത്തിലുള്ള കോർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കമ്പ്യൂട്ടറിനെ AI-യും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഒരു കോൾ സെന്ററിന്റെ ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹി വിൽ നോട്ട് ഗ്രോ ഫർദർ. കുറച്ചു കാലം കഴിയുമ്പോൾ ബോറടിക്കും. വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ട് ആശാൻ വണ്ടി നോക്കിയിട്ട് അവൻ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കണം. ഇന്നിപ്പം ഒരു CPU ഒരു സാധനം കൊണ്ട് കുത്തിയിട്ട് സ്കാൻ ചെയ്തിട്ട് ഇന്ന സാധനം കംപ്ലൈൻറ്റ് ആയിരുന്നെങ്കിൽ അത് മാറാൻ പഠിച്ചാൽ മതി. അല്ല, ഇന്ന് മാറേണ്ട കാര്യമില്ല. അത് നന്നാക്കലോ ഫിറ്റ് ചെയ്യലോ ഒന്നുമില്ലല്ലോ. ഇല്ല, ആ സാധനം അതേപോലെ എടുത്ത് മാറ്റും, റീപ്ലേസ് ചെയ്യലല്ലേ ഉള്ളൂ. അതെ. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത് ആ ഒരു സംഭവം അവിടെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ഫാസ്റ്റായി. ആ മെക്കാനിക്കിന് കാര്യങ്ങൾ ഈസി ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ. പക്ഷെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതാകാൻ പറ്റില്ല. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തെയും കാര്യം. അടുത്ത ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ അയാള് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, റോഡുകൾ പണി എത്ര നടക്കണം ഇപ്പൊ കേരളത്തില്? സിവിൽ എഞ്ചിനീയേഴ്സിന് എത്ര പണിയുണ്ടെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണിയുണ്ട്. അവിടെ കമ്പ്യൂട്ടർ കൊണ്ടുവച്ചാൽ പറ്റില്ലല്ലോ. കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാന്നുള്ളത് എളുപ്പാക്കാന്നുള്ളത് ശരി. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പണിയാണ് റോഡ് ഏത് വഴി പോകണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അതിന് GPS ഉപയോഗിക്കാം, GIS ഉപയോഗിക്കാം, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അത് പിന്നെ സിവിൽ എഞ്ചിനീയർക്ക് മനസ്സിലാവുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ MTech പോകാൻ പറ്റിയ സബ്ജക്ട് ആണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതാണ് ഈ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കാണുന്നത്. ഗൂഗിള് നോക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തിന്റെ പേരും റോഡുകളും ഏത് വഴി പോയാൽ ഫാസ്റ്റ് ആയിട്ട് എത്താം, ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, ഇതൊക്കെ ഒരു സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിന്റെ പേരാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, GIS. GPS-ന്റെ ചേട്ടനാണ്. GPS ഉപയോഗിച്ചിട്ട് മാപ്പ് ഉപയോഗിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച്
ഫോട്ടോഗ്രാമട്രി എന്ന് പറയുന്ന എൻ്റെ വിഷയവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സയൻസിനെയാണ് GIS. സോ ഞാൻ ഒരു GIS പ്രൊഫഷണലാണ്. ആ സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക് മാത്രമേ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പൊ ആപ്പിളിന് GIS ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആപ്പിളിന് അവരുടേതായിട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഇൻഫോസിസ് 200 പേരെ റിക്രൂട്ട് ചെയ്തു. അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തത് ഞാൻ ആപ്പിൾ കമ്പനിക്ക് വേണ്ടിയിട്ട്. അത് JNTU, ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് കൊടുത്തത്. അപ്പൊ ആ പഠിക്കുന്ന കുട്ടികൾ പല സബ്ജക്റ്റിനും വന്നവരാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എളുപ്പം മനസ്സിലാവും സിവിൽ എഞ്ചിനീയർക്ക് അത് മനസ്സിലാവുന്നുള്ളത്. കാരണം ബാക്കിയുള്ളവർ ഇത് കണ്ടിട്ടില്ലല്ലോ. കോർ എഞ്ചിനീയറിംഗ് അല്ല. മനസ്സിലായി. അപ്പോൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പൊ ഏവിയേഷനിൽ പോവാം, എയറോസ്പേസ് ബിടെക് പഠിക്കാം. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് പിന്നെ പുറത്തു വരാൻ പറ്റില്ല. അല്ല, പിന്നെ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഇത്രയും ഒരു റഷ് വരുന്നതിന്റെ കാരണം അത് എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളിലും പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആവശ്യം വന്നു. അത് വരുന്ന സമയത്ത് ദർ ഇസ് എ ഹ്യൂജ് റിക്വയർമെന്റ്. ആ റിക്വയർമെന്റ് വന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നോക്കിയാൽ മെക്കാനിക്കലിൽ 30 സീറ്റ് ഉണ്ടാവുള്ളൂ, കമ്പ്യൂട്ടർ സയൻസിന് 1500 സീറ്റ്. എന്താ കാരണം? മെക്കാനിക്കലിൽ 1000 സീറ്റ് വേണമെങ്കിൽ എൻ്റെ ലാബ് കൂട്ടണം, ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടണം, പഠിപ്പിക്കുന്ന മാഷന്മാർ വേണം, അതിന്റെ പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റണം. എവിടെയാതുള്ളത്? കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ എനിക്ക് ഒന്നും ആവശ്യമില്ല. ഒരു മെഷീനറി മേടിച്ചു വെക്കണം, ഒരു കമ്പ്യൂട്ടർ മാത്രം മതി. അപ്പൊ ശരിക്കും ജോലി സാധ്യതയുടെ കാര്യം നോക്കുമ്പോൾ നോക്കിയിട്ടല്ല ഈ 1000 പേരെ ചേർത്തത്. അതാണ് ബിടെക്കുകാർ കുറെ പേര് പുറത്ത് വെറുതെ നിൽക്കുന്നത്. ആഹാ, ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ബിടെക്കുകാർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നത് അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് കേസിൽ വരാൻ വിചാരിക്കാം. നമ്മൾ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ കമ്പനിക്കാർ പോലും റിക്രൂട്ട്മെന്റിന് പോകുന്ന സമയത്ത് ഇയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാണോ മെക്കാനിക്കൽ ആണോ ഒന്നും നോക്കാറില്ല. അവർക്ക് ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എബിലിറ്റി, കുറച്ച് പ്രോഗ്രാമിങ് ഇതൊക്കെ അറിഞ്ഞാൽ നമ്മൾ എടുക്കും. കാരണം അവനെ എങ്ങനെയും പ്രോഗ്രാമർ ആക്കാം. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കഴിയുമ്പോൾ ഒന്നും പ്രോഗ്രാമിംഗ് പഠിച്ച ആളല്ല. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ആണ്. അത് ബേസിക് മുതൽ പാസ്കൽ മുതൽ ഫോർട്രാൻ 4 മുതൽ ഫോർട്രാൻ കഴിഞ്ഞ് അവസാനം C++, .NET, SQL എല്ലാ പ്രോഗ്രാമിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചെടുക്കാൻ ഒരു മാത്തമാറ്റിക്സ് പഠിച്ചാൽ പണിയില്ല. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചാൽ മാത്തമാറ്റിക്സും പഠിക്കാൻ പറ്റില്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് വളരെ സ്ട്രോങ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് ഈ നോളജ് ഉണ്ട് അല്ലെ, ബാക്കിയുള്ളവർ ഇങ്ങനെ വാണ്ടർ ചെയ്ത് പൊക്കോണ്ട് അത് സൂപ്പർഫിഷ്യൽ ആയിട്ട് പോകും. അപ്പൊ എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിന് പറ്റില്ല. ഡീപ്പായിട്ട് അറിയുന്നവർക്കേ പറ്റുള്ളൂ. മാത്തമാറ്റിക്സ് വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കും. കമ്പ്യൂട്ടർ സയൻസും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാറ്റാ സയൻസിലൊക്കെ നല്ല റിസർച്ചറൊക്കെ ആയിട്ട് മാറാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് ലോകത്തിലെടുത്തിട്ടുള്ള കുറേ ഡാറ്റാ സയൻസുകാർ നോക്കിയാൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നൊക്കെ പോയവരാണ് കൂടുതൽ. കാരണം ഈ 1000 സീറ്റ് ഉണ്ടാകുന്ന സമയത്ത് അധികം വിവരമില്ലാത്തവനും അതിൽ കിട്ടുമല്ലോ. പക്ഷെ മറ്റേത് കിട്ടണമെങ്കിൽ ശരിക്കും സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ് വേണം. പിന്നെ കോർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് സ്കിൽ കൂടും, കൈകൊണ്ട് ഉപയോഗിക്കുന്ന സ്കില്ലുകൾ ഉണ്ടാവും. എഞ്ചിനീയർ എന്നുള്ള വാക്കിന് നമ്മൾ കൽപ്പിക്കുന്ന ഒരു നോളജ് ഉണ്ടല്ലോ, സ്കിൽ ഡെവലപ്മെന്റ്, ഒരു ഭാവനാശേഷിയും കൂടി ശരിക്കും. കമ്പ്യൂട്ടർ പോലും തൊടാതെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പാസ്സാവുന്ന പിള്ളേരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് എഴുതാൻ എക്സാമിനേഷൻ എഴുതിയാൽ പറയാം, പ്രാക്ടിക്കലൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു പോകും. അല്ല, ചില ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഏറ്റവും പഴയ ലാപ്ടോപ്പ് ആണെങ്കിലും അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ സാധനങ്ങളൊക്കെ മാറ്റി റെഡിയാക്കി, അതാണ് അവര് പഴയ ലാപ്ടോപ്പ് നന്നാക്കി പുതിയതാക്കി അവനുള്ള സെറ്റ് ആയിട്ട് കൊണ്ടുനടക്കണ കാണാം. നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കും. പക്ഷെ ഇതുവരെ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളല്ലേ, എന്നാൽ എന്റെ ലാപ്ടോപ്പ് ഒന്ന് തുറന്നിട്ട് അതുപോലെ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും റിപ്പയർ ചെയ്യണ്ട. ആ ബാക്കിലുള്ള 4, 2, 6, 2, 8 സ്ക്രൂ ഉണ്ട് ചില സാധാരണ ലാപ്ടോപ്പുകൾ. 8 സ്ക്രൂ ഒന്ന് അഴിച്ചിട്ട് അതുപോലെ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് തരും. പറ്റില്ല. കാരണം അത് തുറക്കുമ്പോൾ അതിനകത്ത് പാക്ക് ചെയ്യാൻ അത് കംപ്ലീറ്റ് പുറത്തേക്ക് ടപ്പെന്ന് അങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ലാപ്ടോപ്പ് സ്ലിം ആക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ കണക്ഷൻസും അതുപോലെ തിരിച്ചൊന്ന്, നമ്മളൊരു സ്പ്രിങ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പുറത്തു പോകില്ലേ, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണം ത്രില്ല് കൊണ്ട് ചെയ്തതാണ്. പഴയ കമ്പ്യൂട്ടർ ഭയങ്കര ക്രേസാ. അല്ല, ഇത് പഴയ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കളയുന്നതിന് പകരം അത് തുറന്നിട്ട് നോക്കുക എന്താ സംഭവം, ഇഷ്ടമുള്ള സംഭവം. എന്ത് പഠിക്കണമെന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണയിൽ പഠിക്കേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ബഫേ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കാണുന്നതല്ലല്ലോ കഴിക്കുക,
ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന സ്ഥലത്തല്ലല്ലോ പോയി കഴിക്കുക. എൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടല്ലേ പഠിക്കുക. അത് കണ്ടുപിടിക്കണം. അല്ലെ, ആ അത്തരത്തിൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഭൗതിക തലം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ, കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത്? ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ചെയ്തിരുന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തുറന്നു. എന്നിട്ട് +1 +2 കഴിഞ്ഞ കുട്ടികൾക്ക് എൻ്റെ കോളേജിൽ വരാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുമായിട്ട് സംസാരിച്ച് അവിടുത്തെ ലാബ് കണ്ട് ബഫേ സിസ്റ്റത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് എന്താ പഠിക്കണം. ഒന്നും അറിയാതെ പോയി ചേരുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പല കോളേജുകളിലും ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ മോൻ എന്താ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞിട്ട്, എന്താ മോനെ അമ്മ സിവിൽ എഞ്ചിനീയർ അല്ല, അടുത്ത വീട്ടിൽ സിവിൽ എഞ്ചിനീയർക്ക് വലിയ വീടുണ്ട്. ഞാൻ സിവിൽ എഞ്ചിനീയർക്ക് വീടില്ലാത്ത കുറേ എഞ്ചിനീയർമാരെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ കണ്ടിട്ട് കോൺട്രാക്ടറെ കണ്ടിട്ട് കോൺട്രാക്ടർ ആവണമെന്ന് വിചാരിച്ചാൽ കോൺട്രാക്ടർ ആവാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയണം. മാത്സ് അറിയോ? ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് മാത്സ് ആണോ ഇഷ്ടം, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ, അതിലെങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യാം, എന്തൊക്കെയാണ് ഇത് പഠിച്ചാൽ എവിടെയൊക്കെ എത്താൻ പറ്റും, എന്തൊക്കെയാണ് സിലബസ് ഒന്ന് വായിച്ചോ. ഇപ്പം എല്ലാ സിലബസും അവൈലബിൾ ആണല്ലോ. അതേപോലെ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാത്തിലും ഒരു ഇൻട്രൊഡക്ഷറി പ്രോഗ്രാം +1 +2 10ാം ക്ലാസ് കഴിഞ്ഞ തന്നെ തുടങ്ങുന്ന സമയത്തൊക്കെ പഠിക്കൂ. എല്ലാം ഫ്രീ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടത്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഫ്രീ ആയിട്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്. IIT, IASC ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന +2 കഴിഞ്ഞ വിദ്യാർത്ഥികളോ പേരൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ, നിങ്ങൾ എങ്ങനെയാണ് ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായി മാറേണ്ടത്, എന്താണ് നിങ്ങളുടെ എൻജിനീയറിംഗ് ഓപ്ഷൻ ആകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ ടോക്ക് കേട്ടവർക്ക് കുറച്ച് ധാരണയായിട്ടുണ്ടാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ധാരണ വേണമെങ്കിൽ, ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ TPSുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ABCയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ TPS നൽകുന്ന അല്ലെങ്കിൽ TPS ഒരുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയായി നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ്. ഡോക്ടർ TPSുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ സ്ക്രീനിലും കമൻറ്റിലും ഞങ്ങൾ ആഡ് ചെയ്യുന്നു. പഠനം വെറുതെ കോളേജിൽ പോയി തോന്നിയത് പഠിച്ചു പോരുന്നതിനപ്പുറത്തേക്ക് നാളേക്ക് ഉള്ള ഒരു ഉപാധിയായി പഠനം മാറാൻ ഈ പരിപാടി നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എറണാകുളം. അപ്പോൾ ഡോക്ടർ TPSുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞങ്ങൾ ഇതിനൊപ്പം തന്നെ ഈ സ്ക്രീനിൻ്റെ താഴെ തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ദയവായി ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക.